സാധാരണ പൂച്ചക്കുട്ടികൾക്ക് പാല് കൊടുക്കുന്നത്, കാറ്റ് ഫുഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ മീൻ കൊടുക്കുന്നതാണ് ഞാൻ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറ്. അപ്പോൾ പൂച്ചക്കുട്ടികൾക്ക് വേറൊരു വശം കൂടിയുണ്ട്. അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു 6-7 പൂച്ചക്കുട്ടികൾ ഇതിൻ്റെ മുകളിലാണ് താമസം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. ഒരു ചെറിയ കുട്ടികളാണ്, 4 മാസം 5 മാസമൊക്കെ 3 മാസം പ്രായമായ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഇവിടെ അവർക്ക് പാറമണൽ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ടോ ഈ റൂമിൻ്റെ മൂലയ്ക്കിൽ. അപ്പോൾ ഇവിടെയാണ് അവരുടെ 1-2 കാര്യങ്ങളൊക്കെ അവർ സാധിക്കുക. അപ്പോൾ ഞാൻ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 12 മണിയാകുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി വന്നിട്ട് ഞാൻ ഇത് ക്ലീൻ ചെയ്യും. അപ്പോൾ രാവിലെ കുളി കഴിഞ്ഞെങ്കിലും ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കുളിയും കൂടി ഉണ്ട്. അങ്ങനെ 3 കുളിയാണ് ഒരു ദിവസം. അപ്പോൾ അതൊക്കെ താഴേക്ക് കോരിയെടുത്ത് കൊണ്ടുവന്ന് കളയാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. എന്നാലും എനിക്കത് പ്രശ്നമില്ല. എനിക്ക് അവരോടുള്ള സ്നേഹം കാരണം ഞാനതൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് എന്താ വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ വീടിന് മുന്നിൽ ട്രാൻസ്ഫോമറിൽ കയറിയിട്ട് ചിലപ്പോൾ അപകടം പറ്റും. പിന്നെ അടുത്ത വീട്ടിലൊക്കെ പോകുമ്പോൾ അവർക്കിപ്പോൾ ഇഷ്ടമാണെന്നില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുക അടിപിടിയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു മനപ്രയാസമാണ്. അപ്പോൾ അവർക്കൊരു ഉപദ്രവം വേണ്ട, നമുക്കൊരു വിഷമം വേണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് രാത്രി ഇതിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുന്നത് കേട്ടോ. പിന്നെ നായ്ക്കളുടെ ഉപദ്രവം വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ വേറെ പാറമണൽ കൊണ്ടുവന്നിട്ട് അത് സെറ്റാക്കിയപ്പോഴേക്കും വീണ്ടും അവരത് അതിലൊക്കെ ആക്കി കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വീണ്ടും ഒന്നും കൂടി ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ്, ഇതും പൂച്ചക്കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് കുടിക്കാൻ വെള്ളം എന്നും മാറ്റണം. എന്നും മാറ്റിയില്ലെങ്കിൽ ആ വെള്ളം കുടിക്കില്ല. അപ്പോൾ ആ വെള്ളം പാത്രങ്ങളൊക്കെ കഴുകി അതിൽ പുതിയ വെള്ളം നിറച്ചിട്ട് അത് അവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതും കൈയോടെ ഒന്ന് നനച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെ പൂട്ടിയിട്ട് ഞാൻ പോന്നു. ഇപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 4:30 ഞാൻ അവരെ തുറന്നു വിടും. പിന്നെ ഒരു 7 മണിക്കാണ് കേട്ടോ അടച്ചുവിടുള്ളൂ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, പാറമണലിൻ്റെ ചാക്ക് അടച്ചു വെച്ചില്ലല്ലോ എന്ന്. അപ്പോൾ അത് വൃത്തികേടാക്കി കഴിഞ്ഞില്ലേ, അപ്പോൾ ഓടി വന്നിട്ട് അതൊക്കെ അടച്ചിട്ടു. അപ്പോൾ ഈ സമയത്ത് ഞാൻ കയറി വന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇറങ്ങി പോകാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങി പോന്നു. അത്രയേ ഉള്ളൂ.